യുദ്ധവീര്യം അത്രയൊന്നും ആവശ്യമില്ലാത്ത മറ്റു രംഗങ്ങളിലാണ് യുവാവായ മൗണ്ട് ബാറ്റൻ പൊതുജനങ്ങളിൽ മതിപ്പുളവാക്കിയത്. തൻ്റെ വശ്യതയും ശ്രദ്ധേയമായ ആകാരസൂക്ഷ്മതയും മറ്റുള്ളവരിലേക്ക് എളുപ്പം പകരുന്ന ഉല്ലാസശീലവും കൊണ്ട് ബ്രിട്ടനിലെ ജനകീയ പത്രലോകത്തിന് അദ്ദേഹം ഓമനയായിത്തീർന്നു. യുദ്ധത്തിൻ്റെ ഭീകരതകൾക്ക് ശേഷം കുറേ നിറപ്പകിട്ടിനു വേണ്ടി ദാഹിക്കുന്ന ലോകത്തിനു മുമ്പിൽ അവർ അദ്ദേഹത്തെ പൊക്കിക്കാട്ടി. സുന്ദരിയും ധാരാളം സമ്പത്തിൻ്റെ അവകാശിയുമായ എഡ്വിൻ ആഷ്ലിയുമായി നടന്നതും പ്രിൻസ് ഓഫ് വെയിൽസ് തന്നെ വരൻ്റെ തോഴനായി എത്തിയതുമായ അദ്ദേഹത്തിൻ്റെ വിവാഹം 1922 വലിയ സാമൂഹിക സംഭവമായിരുന്നു. അടുത്ത കുറേ കൊല്ലങ്ങളിൽ ഞായറാഴ്ച പത്രങ്ങളിൽ ലൂയി മൗണ്ട് ബാറ്റനെയും എഡ്വിനോടും പടമോ അവരെപ്പറ്റിയുള്ള എന്തെങ്കിലും പരാമർശമോ ഇല്ലാത്ത അപൂർവമായേ പുറത്തു വന്നിരുന്നുള്ളൂ. നോവൽ കവാർഡിനോടൊപ്പം മൗണ്ട് ബാറ്റൻ ദമ്പതികൾ തിയേറ്ററിൽ ആസ്കട്ടിലിൻ്റെ രാജകീയ ബാൽക്കണിയിൽ മൗണ്ട് ബാറ്റൻ ദമ്പതികൾ ഊർജ്ജസ്വല യുവാവായ ലൂയി പ്രഭു മധ്യധാരണാഴിയിൽ ജലക്രീഡ നടത്തുന്നത് ലൂയി മൗണ്ട് ബാറ്റൻ പോളോ മത്സര വിജയത്തിനുള്ള ട്രോഫി ഏറ്റുവാങ്ങുന്നതും